ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, നവാഗതനായ ശ്രീരാജ് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത് ബേസിൽ ജോസഫ്, സൗബിൻ ഷാഹിർ, ചെമ്പൻ വിനോദ് ജോസ്, ചാന്ദിനി ശ്രീധരൻ, ശിവജിത്ത്, ശബരീഷ് വർമ്മ തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയിട്ടുള്ള ഒരു ക്രൈം ത്രില്ലർ ജോണർ മൂവിയാണ് പ്രാവിൻകൂട് ഷാപ്പ് എന്ന് പറഞ്ഞ സിനിമ. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അൻവർ ഷീദാണ്. സോ സിനിമയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ യൂഷ്വലി നമ്മൾ കാണുന്ന ഒരു ത്രില്ലർ സിനിമകളിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു സിനിമയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് അതിലൊരു വലിയൊരു പങ്ക് വഹിച്ചിരിക്കുന്നത്. ഇതിന്റെ തൃശ്ശൂർ ഭാഷയെ ബേസ് ചെയ്തുകൊണ്ട് ഈ സിനിമ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ തൃശ്ശൂർക്കാരുടെ ഇടയിലുള്ള ചില ഡയലോഗ് ഡെലിവറികളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കാര്യങ്ങൾ വർക്കൗട്ട് ആയ പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഓൾസോ പല ക്ലീഷേഡ് ആയിട്ടുള്ള സീൻസുകൾ ഇവിടെ ബ്രേക്ക് ചെയ്തിരിക്കുന്നത് ഇത്തരം ഡയലോഗ് ഡെലിവറികളിലൂടെയാണ്. അതും വളരെ നല്ല രീതിയിൽ വന്നു എന്നുള്ള പോലെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇനി സിനിമയുടെ പ്ലോട്ടിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, പ്രാവൻകൂട് എന്ന് പറയുന്ന ഒരു ഷാപ്പിനെ ബേസ് ചെയ്തുകൊണ്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. തൃശ്ശൂരിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രാവൻകൂട് ഷാപ്പിന്റെ ഓണർ ഒരു രാത്രിയിൽ തൂങ്ങി മരിക്കുകയാണ്. അവിടെ 11 പേര് അതേസമയം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒറ്റ നോട്ടത്തിൽ ഇതൊരു ആത്മഹത്യയാണെന്ന് തോന്നുമെങ്കിലും ഇതൊരു കൊലപാതകമാണെന്ന് പിന്നീട് മനസ്സിലാവുന്നു. ഇത് അന്വേഷിക്കാനായിട്ട് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഭയങ്കര ഒബ്സർവേഷൻ സ്കിൽസ് ഉള്ള ഒരു പോലീസ് ഓഫീസർ എത്തിപ്പെടുന്നതും തുടർന്നുണ്ടാവുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ഭൂരിഭാഗം ത്രില്ലർ സിനിമകളിലും ഇതിന്റെ കഥ പറയുന്ന രീതികളും കാര്യങ്ങളും വളരെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണെന്നുണ്ടെങ്കിലും ഇവിടെ അത് നോൺ ലീനിയർ രീതിയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അനുഭവപ്പെട്ടു. ഇപ്പോൾ നമ്മൾ നോൺ ലീനിയർ ആയിട്ടുള്ള സിനിമകൾ പലപ്പോഴും നമ്മൾ കാണുന്നതാണെങ്കിലും ഇവിടെ അത് പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. മുമ്പേ ഞാൻ പറഞ്ഞതുപോലെയുള്ള ഡയലോഗ് ഡെലിവറികളും പെർഫോമൻസുകളും കൊണ്ട് പല ക്ലീഷകളൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടിരിക്കാൻ പാകത്തിനുള്ള ഒരു സിനിമയായിട്ടാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പെർഫോമൻസ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിൽ ജോസഫ് സന്തോഷ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ വേഷം ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ റീസെന്റ് ബേസിൽ ജോസഫിന്റെ ഒരു ഫിലിമോഗ്രാഫി അല്ലെങ്കിൽ ഒരു ആക്ടിംഗ് പരിപാടികൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ആ ഒരു ക്യാരക്ടർ വളരെ ക്ലിയർ ആൻഡ് കട്ടായിട്ട് ബേസിൽ ജോസഫ് ചെയ്തു വെച്ചു എന്നുള്ള പോലെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. ചില നേരത്തുള്ള പുള്ളിയുടെ എക്സ്പ്രഷനും ചില നോട്ടങ്ങളും കാര്യങ്ങളും ചില ചിരികളും ഒക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പലപ്പോഴും നമ്മൾ ബേസിലിന്റെ ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള ചിരികൾ നമ്മൾ കാണുന്നുണ്ട്. അതും ചില സമയങ്ങളിൽ ചെറിയ വേരിയേഷൻ ഒക്കെ ചെയ്തുകൊണ്ട് പ്രസന്റ് ചെയ്തിരിക്കുന്നതും കൊള്ളാന്നുള്ള പോലെയാണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് സൗബിൻ ഷാഹിറിന്റെയും നല്ലൊരു പ്രകടനം സിനിമയിലൂടെ കാണാനായിട്ട് സാധിക്കും. സൗബിൻ ഒരു കണ്ണൻ എന്ന് പറയുന്ന ഒരു വേഷമാണ് ചെയ്തിരിക്കുന്നത്. ഒരു ക്യാരക്ടർ വികലാംഗനാണ്. പല ഇന്റൻസീവ് ആയിട്ടുള്ള പല സീക്വൻസുകളും കാര്യങ്ങളിലും ആ ഒരു ക്യാരക്ടർ വിടാതെ അതിന്റെ ഡയലോഗ് ഡെലിവറികളും കാര്യങ്ങളും ആ ഒരു ക്യാരക്ടർ പിടിച്ചിരിക്കുന്നതും അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ദെൻ ചാന്ദിനി ശ്രീധരന്റെ പെർഫോമൻസ് നല്ല രീതിയിൽ തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി പുള്ളിക്കാരത്തിന്റെ മേക്കപ്പ് കാര്യങ്ങൾ, ആ ഒരു മേക്ക് ഓവർ നല്ല രീതിയിൽ തന്നെ ആ ഒരു ക്യാരക്ടർ ലിഫ്റ്റപ്പ് ചെയ്യുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. പിന്നെ ലുക്കിൽ എന്നെ ഭയങ്കര ഇംപ്രസ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഹരീഷ് വർമ്മ ചെയ്തിരിക്കുന്ന ആ ഒരു ക്യാരക്ടർ നല്ല രീതിയിൽ വന്നിരുന്നു. ദെൻ ശിവജിത്തിന്റെയും പെർഫോമൻസും സൂപ്പർബായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു മൂത്രപ്പുരയുടെ ഇടയിലുള്ള ഒരു ആക്ഷൻ സീക്വൻസ് കാര്യങ്ങളിലൂടെ പുള്ളിയുടെ ആ ഒരു ക്യാരക്ടർ സൂപ്പർബായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. അവിടെ ഇവിടെയും കുറച്ച് ഒരു ഫ്ലോനെസ് പലപ്പോഴും മിസ്സായിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും ആ ഒരു സീക്വൻസ് ടോട്ടാലിറ്റിയിൽ നോക്കുമ്പോൾ എൻജോയ് ചെയ്യാൻ പാകത്തിന് വളരെ റോ ആയിട്ടുള്ള ഒരു ആക്ഷൻ സീക്വൻസ് കാണിച്ചത് നല്ല രീതിയിൽ തന്നെയായിരുന്നു അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. കൂടാതെ ഈ ഒരു സിനിമയിൽ ഒരുപാട് അപ്പൂപ്പന്മാർ അല്ലെങ്കിൽ പ്രായമായിട്ടുള്ള കുറച്ച് ആളുകൾ അഭിനയിച്ചിട്ടുണ്ട്. അവരുടെ പെർഫോമൻസും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അവർ വന്ന് പറയുന്ന ചില കൗണ്ടറുകളും ഡയലോഗുകളും നമ്മളൊക്കെ ഈ ചെലി എന്നൊക്കെ പറയുന്ന ചില സംഭവങ്ങളുണ്ടല്ലോ, അതൊക്കെ ഈ ഒരു സിനിമയിൽ കൊണ്ടുവന്ന് പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതി അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് തോന്നിയിട്ടുണ്ടായത്. ഇനി ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷൈജു ഖാലിദാണ് ഇതിന്റെ സിനിമോഗ്രാഫി. സോ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. ഷോർട്സുകളൊക്കെ ഗംഭീരമായിരുന്നു. എനിക്ക് എടുത്തു പറയണം എന്നുള്ള രീതിയിൽ ഇതിനൊരു ഷോർട്സ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഷാപ്പിനകത്ത് ഇരിക്കുന്ന സമയത്ത് പോലീസ് വണ്ടി പുറമേ നിന്ന് വരുന്നു. സോ ഷാപ്പിന്റെ അകത്ത് ഇരുന്നു കൊണ്ട് ഡോറിന്റെ ഇടയിലൂടെ വരുന്ന പോലീസ് ജീപ്പിന്റെ വെളിച്ചം, എസ്പെഷ്യലി ഈ മുകളിലിടുന്ന ഈ 3 കളറിലെ വെളിച്ചങ്ങൾ കാര്യങ്ങൾ, അതിന്റെ ഒരു രശ്മികളോ കിരണം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള പരിപാടി കാണിച്ചിരിക്കുന്ന ഒരു ഷോട്ട് ഗംഭീരമായിട്ടായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇനിയും പല ഷോട്ടുകളും ഗംഭീരമായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബട്ട് ഈ ഒരു ഷോട്ട് എനിക്ക് ഭയങ്കര രജിസ്റ്റേർഡ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ആൻഡ് മ്യൂസിക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൈകാര്യം ചെയ്തിരിക്കുന്നത് വിഷ്ണു വിജയാണ്. സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ സിനിമയെ ലിഫ്റ്റപ്പ് ചെയ്യുന്നതിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ക്ലൈമാക്സിനോട് അടുത്ത് വരുന്ന ചില പരിപാടികൾ കാര്യങ്ങളിലാണ് കുറച്ചും കൂടി എനിക്ക് നല്ല രീതിയിൽ വർക്കൗട്ട് ആയ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇതിന്റെ ആർട്ട് വർക്ക് ആണെന്നുണ്ടെങ്കിലും ഇതിന്റെ സൗണ്ട് ഡിസൈൻ പരിപാടികളാണെന്നുണ്ടെങ്കിലും ഇതിന്റെ കോസ്റ്റ്യൂംസ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ അടിപൊളിയായിട്ട് തന്നെയായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ സിനിമയിൽ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്ന കാര്യം, സെക്കൻഡ് ഹാഫിലോട്ട് എത്തുമ്പോൾ അത്ര നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ആ ഒരു എക്സ്പീരിയൻസിനെ കുറച്ച് പിന്നോട്ട് വലിക്കുന്ന രീതിയിലുള്ള ചില കൺഫ്യൂഷൻസ് കാര്യങ്ങൾ സിനിമയുടെ കഥാഗതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പോകെ ക്ലൈമാക്സിലോട്ട് എത്തുമ്പോൾ അതൊക്കെ ക്ലിയർ ആയിട്ട് ദെൻ അഗെയിൻ സിനിമ ട്രാക്കിലായിട്ടുണ്ട്.
പിന്നെ തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, സിനിമയ്ക്ക് ഒരു ടൈലന്റ് പോലെ കൊടുത്തിരിക്കുന്ന പരിപാടി കുറച്ച് ഡ്രാഗ് ചെയ്ത പോലെ തോന്നിയിരുന്നത്. കുറച്ചും കൂടി ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായെന്ന് എന്നുള്ള പോലെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു ടൈലന്റ് ചെറിയ രീതിയിൽ അൺവാണ്ടഡ് ആയിട്ട് വന്നോ എന്നുള്ളൊരു സംശയം തോന്നാതില്ല. കാരണം അത്ര നേരം പല ക്ലീഷേഡ് ആയിട്ടുള്ള സീൻസുകളൊക്കെ ബ്രേക്ക് ചെയ്ത് വന്നിട്ട് അത്തരം ഒരു സീൻസ് ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ചെയ്തത് നന്നായിരുന്നെങ്കിലും കുറച്ച് ഡ്രാഗ് ചെയ്ത പോലെയായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ടോട്ടലി പറയുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിരിക്കാൻ പറ്റുന്ന നല്ല ഒരു ത്രില്ലർ മൂവി ആയിട്ടാണ് പ്രാവൻകൂട് ഷാപ്പ് എന്ന് പറഞ്ഞ സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. മുമ്പേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ത്രില്ലർ സിനിമ പ്ലസ് ഒരു ഡിഫറെന്റ് മൂഡ്, കോമഡീസ്, കാര്യങ്ങൾ, ക്ലീഷേഴ്സ്, ഒരുപാട് ബ്രേക്ക് ചെയ്തിട്ടുള്ള സീൻസുകൾ എന്ന് തുടങ്ങുന്ന സംഭവങ്ങൾ, കാര്യങ്ങളൊക്കെയാണ് സിനിമയിൽ പ്രധാനമായിട്ടും മേക്ക് ചെയ്തിരിക്കുന്നത്. സോ ആദ്യത്തെ ഡയറക്ഷൻ എന്നുള്ള രീതിയിൽ ശ്രീരാജ് ശ്രീനിവാസൻ തീർച്ചയായിട്ടും കൈയ്യടി അർഹിക്കുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ അടിപൊളിയായിട്ട് തന്നെ ഇത്തരം ഒരു നോൺ ലീനിയർ പരിപാടിയിലൂടെ ഇത് പ്രസന്റ് ചെയ്തിരിക്കുന്നത് നല്ല രീതിയിൽ വന്നു എന്നുള്ളത് പോലെയാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സോ യൂഷ്വലായിട്ട് ത്രില്ലർ സിനിമ കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു ത്രില്ലർ സിനിമ എക്സ്പെക്ട് ചെയ്ത് നിങ്ങൾ പോകുമ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യണമെന്നില്ല. മുമ്പേ ഞാൻ പറഞ്ഞ ഒരു ഡിഫറെന്റ് മൂഡിലുള്ള ഒരു മൂവിയാണിത്. സോ അത്തരം ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെട്ടു പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് എത്രത്തോളം വർക്കാവും എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ പ്രാവൻകൂട് ഷാപ്പ് എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.